ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരക്ക അല്ല ഈത്തപ്പഴം മിക്സ് ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ബീട്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം ചെറുതായി കഴുകി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇപ്പോൾ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ഉണ്ടാക്കുന്ന കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് മതി. നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയ ഉലുവയും കടുകും വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ 2 സ്പൂൺ ഉലുവ ഇട്ടിടുന്നത്. ഈ സ്പൂണിന് 2 ചെറിയ സ്പൂണിന് 2 സ്പൂൺ കടുകും. അപ്പോൾ ഇതൊന്ന് ആദ്യം നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കുക. അപ്പോൾ പൊടിച്ചെടുക്കാൻ ലാസ്റ്റ്. അപ്പോൾ അതാ ഞാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ ഉലുവയും കടുകും വറുത്ത് വെച്ചത്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി വെച്ചത്, അപ്പം ഈത്തപ്പഴം ബീട്രൂട്ട്, പിന്നെ സുർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാകത്തിന് അപ്പോൾ ഒരു 25 ഗ്രാം എണ്ണ, നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കഴുകി അരിഞ്ഞിട്ട് കൊടുക്കണം. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഇട്ട് കൊടുക്കാം, ഈത്തപ്പഴം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി കൊടുക്കുക. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഞാൻ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവില്ലാത്ത മുളകോ കാശ്മീരി മുളകൊക്കെ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എരിവുള്ള മുളക് കാരണം ഞാൻ കുറച്ചാട്ടിട്ടുള്ളൂ. നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇടാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ടീസ്പൂൺ. അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഈ അച്ചാർ ഇരുന്നൊന്ന് സെറ്റാവണം കേട്ടോ. എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി വരും. തിളക്കട്ടെ. അതിലേക്ക് നമ്മൾ കടുക് ഉലുവയും പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളി അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ഇതിനിപ്പോൾ ഒരാഴ്ച വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങട്ടോ. അപ്പോൾ സൂപ്പർ അച്ചാറാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.